സംസ്ഥാന സർക്കാർ ലഹരി മാഫിയയ്ക്ക് കുടപിടിക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി പാലക്കൽ മാർക്കറ്റ് പരിസരത്ത് ലഹരി അഭിഷേകം ചെയ്ത് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി അഭിഷേകം മിഥുൻ മോഹനും ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജും നിർവഹിച്ചു. അതിൽ കലവറയില്ലാത്ത പിന്തുണ നമ്മൾ പ്രഖ്യാപിക്കും. പക്ഷേ ഉപദേശത്തിനും കാശുമല്ല, മറിച്ച് കൃത്യമായ നടപടിയെടുത്ത് ഇതിന്റെ ഉത്ഭവത്തിനകത്ത് അടിത്തട്ടിലേക്ക് പോയി ഈ നാടിനെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ലഹരിയുടെ മാഫിയക്കെതിരെ ശക്തമായ നിലപാട് ഈ സർക്കാർ എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പോഷക സംഘടനകളും മുന്നോട്ട് പോകും. കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തുന്നു. ഈ വാഴ അത് കേരളത്തിന്റെ പ്രതീകാത്മകമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം വാഴയെ പോലെ നട്ടല്ലില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഈ ലഹരിയെ ഇല്ലായ്മ ചെയ്യപ്പെടുമെന്ന വിശ്വാസം നമുക്കില്ല. നമ്മൾ കൃത്യമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഈ പ്രതീകാത്മകമായ സമരം അത് കേരളത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. ഇവിടുത്തെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിർത്താതെ ചെറുപ്പക്കാരിലേക്ക് ബോധവൽക്കരണമായി അതിന്റെ അടിത്തട്ടിൽ കൃത്യമായി ലഹരിക്കെതിരെ പ്രതിരോധിക്കുന്ന ഒരു സംഘടനയായി കേരളത്തിലെ കോൺഗ്രസ് യുവജന സംഘടനകളും മാത്രം മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മദ്യവിമോചന മഹാസഖ്യം പ്രസിഡന്റ് എ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങൾ പൊതുവെ ഈ വക സാധനങ്ങൾ നാട്ടിൽ നിന്ന് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനത്തെക്കാൾ എന്തോ മഹത്തരമായ ഒരു കാര്യമാണ് ഈ ലഹരി മദ്യവർജനം. അങ്ങനെയാണ് പറഞ്ഞത്. മദ്യവർജനമാണ് ഞങ്ങളുടെ നയം. ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനം കളവാണ്. നുണ പറയുന്നവരെ തിരിച്ചറിയുക. എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്താൽ കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ വോട്ടൊക്കെ വാങ്ങി അവരധികാരത്തിൽ കയറ്റി. ആ നിമിഷം മുതൽ കേരളത്തിൽ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിച്ചു. വാഗ്ദാന ലംഘനം നടത്തിക്കൊണ്ട് കേരളമാകെ മദ്യം ഇവിടെ ഒഴുക്കാൻ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടി ഭരണം ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ വെറും 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 854ലേക്ക് എത്തി നിൽക്കുന്നു. എത്ര ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ബാറിന്റെ? നിങ്ങൾക്കറിയാവുന്ന ഈ കോടന്നൂരടക്കം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അതിന് അനുവാദം കൊടുക്കാതെ നിർത്തിയതായിരുന്നു. എ ജോൺസൺ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ ജയശ്രീ, രശ്മി ബൈജു, പാർലം മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, KP അനൂപ് എന്നിവർ സംസാരിച്ചു. മെമ്പർമാരായ ജോയ് പയ്യപ്പള്ളി, NB ശ്രീജിത്ത്, റോസ്ലി ജോയ്, മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളായ രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, NR ചന്ദ്രൻ, മിഥുൻ രാസ്, AB അനീഷ്, VR ജിനീഷ്, EK ഷാജു, KF ജോസഫ്, ബെന്നി, വിജയകുമാർ, ജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി.